പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ നൊവേനയുടെ 5-ാമത്തെ ദിവസമാണെന്ന്. ഈ 5-ാം ദിവസം നമ്മൾ പ്രത്യേക നിയോഗവുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ്. എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവിൻ്റെ ജ്ഞാനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അല്പായുസ്സും നീതിനിയമങ്ങളിൽ അല്പജ്ഞാനവുമാണ്. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ജ്ഞാനമാണ് നമ്മെല്ലാവരെയും പൂർണ്ണതയിലേക്ക് നയിക്കുന്നതെന്ന് നമ്മളിപ്പോൾ വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങൾ ശക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നൽകുന്ന ജ്ഞാനമാണ് നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ ശ്രവിച്ച തിരുവചന ഭാഗം വ്യക്തമായി നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനം കൃപയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ തിരിച്ചറിയണമെന്ന്. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ ജ്ഞാനമാണ് ദൈവിക വഴിയിലൂടെ മുന്നേറുവാനായി നമ്മെ പ്രേരിപ്പിക്കുന്നത്. പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നീങ്ങുകയായിരുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയവളാണ്. പരിശുദ്ധ കർമ്മല മാതാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്, ദൈവത്തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കുവാനും ആ വഴിയിലൂടെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നടന്നീങ്ങുവാനും നമുക്ക് സാധിക്കണം. തിരുവുത്തരിയം ധരിക്കുന്ന നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്രകാരം ആ തിരുവുത്തരിയത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നു, അവിടുത്തെ അനുഗ്രഹത്തെ തിരിച്ചറിയുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുവാനുള്ള വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ പരിശുദ്ധമായ ജ്ഞാനത്താൽ നമ്മെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന്. അപ്രകാരം ആ ജ്ഞാനത്തിലൂടെ ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാനുള്ള കൃപ, അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട്, അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർമ്മല മാതാവ് നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. കർത്താവായ ഈശോ അമ്മയിലൂടെ ജ്ഞാനം നൽകി നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.